എല്ലാവർക്കും വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് കണ്ണിന് മേലാതിരിക്കുമായിരുന്നു. കണ്ണിൽ ചിക്കൻ ബോക്സ് വന്നിട്ട് ഇപ്പോഴും വയ്യ. ഞാൻ എന്നാലും ചെയ്ത വീഡിയോയുടെ ബാക്കി കാണിച്ചു തരാം. ഇതുപോലെ നൈറ്റി ബ്ലൗസിൻ്റെ കഴുത്തിൻ്റേത് 4 ഇഞ്ച് വീതിയും മടക്കി ഇങ്ങനെ അടിക്കണം. ലാസ്റ്റ് വരുമ്പോൾ ഒരു കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം കത്രിക എടുത്ത് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന തുണികളെല്ലാം വെട്ടിക്കളയണം. നല്ല കറക്റ്റായിട്ട് നോക്കി വെട്ടണം കേട്ടോ. അല്ലെങ്കിൽ ബ്ലൗസ് കയറി പിടിക്കുവാൻ മുറിഞ്ഞു പോകാനൊന്നും ഇട വരാതെ നല്ല രീതിയിൽ നോക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ണിന് വയ്യാതിരിക്കുന്നത് കൊണ്ട് ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇടിയല്ല. അപ്പോൾ ഞാൻ ഇനി ഹോം നേഴ്സിന് പോവുകയാണ്, പേഷ്യൻ്റ് കെയർ ചെയ്യുകയാണ്. പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ എൻ്റെ കുറേ വീട്ടിലെ കാര്യങ്ങളും യാത്രയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. കണ്ണിന് നല്ല റെസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പിന്നെ വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ കണ്ണിൽ തയ്ക്കുന്ന നേരത്ത് നിങ്ങൾ പ്ലെയിൻ ഗ്ലാസ് വെച്ച് തയ്ക്കാൻ ശ്രമിക്കുക. രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ തയ്ക്കുന്നവരുണ്ടെങ്കിൽ പ്ലെയിൻ ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ച് വേണം കേട്ടോ തയ്ക്കാൻ. പ്ലെയിൻ ഗ്ലാസ് വെക്കാതെ നിങ്ങൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിലും പ്ലെയിൻ ഗ്ലാസ് വെക്കുക, ഇല്ലെങ്കിൽ കണ്ണിന് കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കും. എനിക്ക് അത്രയ്ക്കേറെ കണ്ണിൽ ചിക്കൻ ബോക്സ് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിക്കൻ ബോക്സ് വരുന്ന ദേഹത്ത് പൊട്ടി വരുന്നവർ കണ്ണിനുള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരും, കണ്ണൊക്കെ അടഞ്ഞു പോകും. ഭയങ്കര വേദനയും വിഷമമാണ്. തലയ്ക്കും കണ്ണൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊന്നും ഇനി ഒരിക്കലും വരാതിരിക്കാം. എനിക്കുണ്ടായ അനുഭവം നിങ്ങളോട് പറയണേ. ഇനി ഒരിക്കലും അങ്ങനെ അവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ട് തയ്ക്കുമ്പോൾ നിങ്ങൾ ഗ്ലാസ് വെച്ച് തയ്ക്കാൻ ശ്രമിക്കുക. നല്ലതായിരിക്കും അത്. കണ്ണിനൊരു മറകിട്ട് നമുക്കിത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കത് ഹെമ്മിങ് ചെയ്യാം. ഹെമ്മിങ് ചെയ്തിട്ട് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാകും. നമുക്ക് കൈ അതുപോലെ ബ്ലൗസിൻ്റെ പുറകുവശം ഒക്കെ അങ്ങനെ നമുക്ക് ഹെമ്മിങ് ചെയ്യാം. ഒറ്റ നൂലിട്ട് വേണം കേട്ടോ ഹെമ്മിങ് ചെയ്യാൻ. ഇങ്ങനെ ഹെമ്മിങ് ചെയ്യാം. നൂലങ്ങനെ വട്ടിട്ട് എടുത്തിട്ട് ഹെമ്മിങ് ചെയ്ത് എളുപ്പമുണ്ടാകും. അതിനുശേഷം കഴുത്ത് ഹെമ്മിങ് കൊടുക്കാം. ശേഷം ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ മടക്കി കഴുത്ത് ഹെമ്മിങ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഇനി കൈയുടെ വശം ഓൾറെഡി ഞാനത് കൈ ഹെമ്മിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. കഴുത്തിൻ്റെ വശം ബ്ലൗസിൽ നിന്നുള്ള ഭാഗം. അപ്പോൾ മുകൾ വശത്ത് നമുക്ക് 2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 2 ഇഞ്ച് നമുക്ക് വരയ്ക്കാം. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്, പിന്നെ അതിന് 2നും ഇടയ്ക്ക്, ഈ 2നും 1.5 ഇടയ്ക്ക് എത്ര വരുന്നു അതിൻ്റെ പകുതി കണ്ടിട്ട് നമ്മളത് വരച്ചു കൊടുക്കണം. ഞാൻ ആദ്യം വരച്ച് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അളന്നിട്ട് നിങ്ങൾ ചെയ്യണം. എന്നിട്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് വന്നിട്ട് പകുതി കണ്ട വശത്ത് വരുമ്പോൾ കറക്റ്റ് 4 ഇഞ്ച് വന്ന് 1/2 ഇഞ്ചൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. ഞാൻ 4 ഇഞ്ച് ഇടുന്നത്. എന്നിട്ട് ഇങ്ങനെ മേളിലോട്ട്
വരച്ച് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് കത്രിക വെച്ച് നമുക്കത് വെട്ടിയെടുക്കാം. അതിനുശേഷം ഇങ്ങേ സൈഡ് നമുക്കതുപോലെ തന്നെ വെട്ടിയെടുക്കാം. 2 ഇഞ്ച് 1.5 ഇഞ്ച് അതിൻ്റെ ഇടയ്ക്കുള്ള പകുതി, എന്നിട്ട് അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് വെട്ടിയെടുക്കാം. കൈ നമ്മൾ ഹെമ്മിങ് ചെയ്ത് വരച്ച് വെച്ചേക്കുന്നതാണ് ഫ്രണ്ട് വശം. അത് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഈ സൈഡും അങ്ങനെ തന്നെ വെട്ടിയെടുക്കാം. നമുക്ക് കൈ എടുത്തിട്ട് നമുക്ക് കൈയുടെ നല്ല വശം മുകളിലേക്കായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ബ്ലൗസിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ ഞാനൊരു ഫ്രണ്ട് വശം കറക്റ്റാക്കി വെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശങ്ങൾ നോക്കിയിട്ട് നല്ല വശം കൂട്ടി വെച്ചിട്ട് ഷോൾഡർ കൂട്ടി വെക്കുക. എന്നിട്ട് നമുക്ക് 2 സ്റ്റിച്ച് ചെയ്യണം. 2 സ്റ്റിച്ച്, അങ്ങോട്ടും ഒരു സ്റ്റിച്ച് ഇങ്ങോട്ടും ഒരു സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് തയ്ച്ചെടുക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ അളവ് നോക്കി വരച്ചെടുത്തിട്ട് ആമ്പുകളെല്ലാം നോക്കി വരച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് 2 സൈഡും കൂട്ടിപ്പിടിപ്പിക്കാം. കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് തയ്ച്ച് എടുക്കാം. താഴെ വരണം. ആ കഷ്ടത്തിൻ്റെ അവിടെ ഒന്ന് മടങ്ങാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ തയ്ക്കാം. ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചിട്ടിട്ടേ ഉള്ളൂ. നമുക്ക് താഴെ വരെ വെച്ചെടുക്കാം. താഴെ വെക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ 2 സ്റ്റിച്ച് കൂടി കൊടുക്കണം. 3 സ്റ്റിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം.
ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആമ്പറം തിരിച്ചിട്ടിട്ട് 2 സൈഡും ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആമ്പറം തിരിച്ചിടാം. കണ്ടോ, നല്ല ബ്ലൗസ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ നല്ല കറക്റ്റാണ് പറയുന്ന അളവിലും കാര്യത്തിലും തയ്ച്ചത് നല്ല ബ്ലൗസാണ്. 36-38 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാർക്കുള്ള ബ്ലൗസാണ്. ഉണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. കൊളുത്തുമ്പോൾ ബ്ലൗസിൻ്റെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഉണ്ടോ, എല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ വീഡിയോ നന്നായിട്ട് തന്നെ ബ്ലൗസ് തയ്ച്ചിടുക. എന്നിട്ട് കമൻറ്റിൽ കൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.